ഒരു രാജ്യം, അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യയെ നോക്കി പഠിക്കാൻ പോവുകയാണ്. ഇന്ത്യയെ മാതൃകയാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചിലപ്പോൾ മോദി വിരുദ്ധർക്ക് ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. അവർ നെറ്റിച്ചുളിച്ചേക്കാം, നുണപ്രചാരണം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ കേട്ടോളൂ സുഹൃത്തുക്കളെ, ഇത് ആരും എഴുതി തയ്യാറാക്കിയ തിരക്കഥയല്ല. ലോകത്തിനു മുന്നിൽ ഇന്ന് തെളിഞ്ഞു നിൽക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. കാരണം ഇത് പഴയ ഇന്ത്യയല്ല. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നരേന്ദ്രമോദിയുടെ പുതിയ ഇന്ത്യയാണ്. അതേ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല. ലോകത്തെ വിറപ്പിക്കുന്ന സൈനിക വീര്യമുള്ള ഇസ്രായേൽ നമ്മുടെ ഇന്ത്യയെ മാതൃകയാക്കാൻ ഒരുങ്ങുകയാണ്. ആയുധ നിർമ്മാണത്തിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ച് ഇന്ത്യ നടപ്പിലാക്കിയ മേക്ക് ഇൻ ഇന്ത്യ തന്ത്രം തങ്ങൾക്കും വേണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ യഥാർത്ഥ മാജിക്? മോദി പവർ ലോകത്തെ എവിടെ എത്തിച്ചു? നമുക്ക് വിശദമായി പരിശോധിക്കാം. ലോകം ഇന്ന് ഒരു കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് പഴയ ഇന്ത്യ അല്ല. കൈകൂപ്പി നിന്നിരുന്ന ആയുധങ്ങൾക്കായി വിദേശത്ത് രാജ്യങ്ങളുടെ മുന്നിൽ ക്യൂ നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. എന്നാൽ ഇന്ന് കഥ മാറി, കാലം മാറി. ഇന്ന് ലോകം ഇന്ത്യയെ നോക്കി പഠിക്കുകയാണ്. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ഇസ്രായേൽ പോലും പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇന്ത്യയെ മാതൃകയാക്കണം. കേവലം ഒരു വാർത്തയല്ല ഇത്. ആഗോള രാഷ്ട്രീയത്തിന്റെ ഭൂപടം മാറ്റിവരയ്ക്കുന്ന ഒരു പുതിയ ചരിത്രമാണ്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ദീർഘവീക്ഷണവും മേക്ക് ഇൻ ഇന്ത്യ എന്ന സിംഹഗർജനവും ലോകത്തെ എവിടെ എത്തിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ. ഇതിനെ മോദി പവർ എന്നോ മോദി മാജിക് എന്നോ നിങ്ങൾക്ക് വിളിക്കാം. കാരണം അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കിക്കൊണ്ട് ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയും ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ നടത്തുന്ന ചർച്ചകളും ഒരേ ഒരു കാര്യമാണ് അടിവരയിടുന്നത്. ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അത്യാധുനിക ആയുധങ്ങളും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളുമാണ്. എന്നാൽ അതേ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം സ്വന്തം സൈനിക ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു കാര്യം തുറന്നു പറഞ്ഞു. വരും ദശകങ്ങളിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പ് സ്വന്തം സൈനിക ശക്തിയെ ആശ്രയിച്ചായിരിക്കുമെന്ന്. ഇനി മുതൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ച് രാജ്യം സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കണമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വർഷങ്ങളായി തങ്ങളെ സഹായിക്കുന്ന അമേരിക്കയോട് നന്ദിയുണ്ടെന്ന് പറയുമ്പോഴും തന്ത്രപരമായ സ്വയം പര്യാപ്തത വേണമെന്നാണ് നെതന്യാഹു ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി. കാരണം പ്രതിരോധ രംഗത്ത് ഒരു രാജ്യം എങ്ങനെ സ്വയം പര്യാപ്തത നേടണം എന്നതിന് ലോകത്തിന് മുന്നിലുള്ള ഏറ്റവും മികച്ച മാതൃക ഇന്നത്തെ ഇന്ത്യയാണ്. മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ നയത്തെ തന്നെയാണ് ഇസ്രായേലും ഇപ്പോൾ പിന്തുടരാൻ ഒരുങ്ങുന്നത്. വിദേശ ശക്തികളുടെ നയങ്ങൾ മാറുന്നതിനനുസരിച്ച് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലാകാതിരിക്കാൻ ഇന്ത്യ കാണിച്ചു തന്ന അതേ വഴിയിലൂടെ നടക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. ഒരു കാലത്ത് ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇന്ത്യ എന്നായിരുന്നു. ചെറിയൊരു തോക്കുകൾക്ക് പോലും മറ്റു രാജ്യങ്ങളുടെ അനുമതിക്കായി കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യക്ക്. എന്നാൽ നരേന്ദ്രമോദി ഭരണകൂടം അധികാരത്തിൽ വന്നതിനു ശേഷം പ്രതിരോധ മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഈ ചിത്രത്തെ പാടെ മാറ്റിമറിച്ചു. ഇന്ന് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമല്ല, മറിച്ച് ലോക രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്ന വമ്പൻ ശക്തിയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് വേഗതയിലാണ് കുതിച്ചുയരുന്നത്. ഇന്ത്യ വിദേശത്ത് നിന്ന് വാങ്ങിയിരുന്ന റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ പോലും ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള വലിയ പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഒരു കാലത്ത് ഇന്ത്യയെ അവഗണിച്ചവർ ഇന്ന് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്കായി നമ്മുടെ വാതിലിൽ വന്നു മുട്ടുകയാണ്. ഇതാണ് സുഹൃത്തുക്കളെ യഥാർത്ഥ മാറ്റം. ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ്. ഈ ബ്രഹ്മോസ് മിസൈൽ സ്വന്തമാക്കാൻ പല രാജ്യങ്ങളും, അതിൽ പിന്നെ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയുമായി അതീവ രഹസ്യവും നിർണായകവുമായ ചർച്ചകൾ നടത്തി വരികയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഗൾഫ് മേഖലയിലെ വൻ ശക്തികൾ പോലും തങ്ങളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ സാങ്കേതിക വിദ്യയെ വിശ്വസിക്കുന്നു എന്നത് മോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ വലിയൊരു വിജയം തന്നെയല്ലേ? ആയുധ വിപണിയിൽ
ഇന്ത്യ ഇന്നൊരു അജയ്യ ശക്തിയായി മാറിക്കഴിഞ്ഞു. ശത്രുക്കളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ബ്രഹ്മോസും ആകാശ് മിസൈൽ സംവിധാനങ്ങളും തേടി ലോകരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യയുടെ സാങ്കേതിക വളർച്ചയുടെയും നയതന്ത്ര വിജയത്തിന്റെയും ഒരു ഇതായി മാറുകയാണ്. ഇന്ത്യയുടെ ഈ അവിശ്വസനീയമായ വളർച്ചയും ഇസ്രായേലിന്റെ നയമാറ്റവും കേട്ട് ഏറ്റവും കൂടുതൽ കണ്ണു തള്ളിയിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? അത് നമ്മുടെ അയൽരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ഒപ്പം അമേരിക്കയും തന്നെയാണ്. തങ്ങളുടെ ആയുധങ്ങൾ വാങ്ങി ജീവിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ആഗോള വിപണിയിൽ തങ്ങൾക്ക് വലിയൊരു ഭീഷണിയാകുമെന്ന് അമേരിക്ക ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പാകിസ്ഥാന്റെ കാര്യം പറയുകയേ വേണ്ട. സാമ്പത്തികമായി തകർന്ന് കൈനീട്ടുന്ന അവർക്ക് ഇന്ത്യയുടെ വമ്പൻ കുതിപ്പ് കണ്ട് നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കടക്കെണിയിൽപ്പെടുത്തി രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന ചൈനയാകട്ടെ ഏഷ്യൻ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന ഈ സൈനിക സ്വയം പര്യാപ്തതയിൽ വൻ ആശങ്കയിലാണ്. കാരണം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കരുത്ത് ഏഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചിരിക്കുകയാണ്. ശത്രുക്കളുടെ കണ്ണ് തള്ളിക്കുന്ന തരത്തിലാണ് ഇന്ത്യ ഇന്ന് മുന്നോട്ട് കുതിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് പഴയ ഇന്ത്യ അല്ല, പുതിയ ഇന്ത്യയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന നവഭാരതം. ഒരു കാലത്ത് പ്രതിരോധ കാര്യങ്ങളിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്നിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ ഭാരതത്തിൽ ഓരോ പൗരനും അഭിമാനിക്കാനുള്ള വക നൽകുന്നതാണ്. സ്വന്തം രാജ്യത്ത് ആയുധങ്ങൾ നിർമ്മിച്ച് രാജ്യത്തിന്റെ അതിരുകൾ കാത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന ഈ കാഴ്ച തന്നെയാണ് പുതിയ കാലത്തിന്റെ വിപ്ലവം. ഇനി ഇങ്ങനെയൊരു മാറ്റം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരത് എന്ന ആഹ്വാനം നടത്തുമ്പോൾ പലരും അതിനെ വെറുമൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ടാണ് കണ്ടത്. എന്നാൽ ഇന്ന് ലോകം കാണുന്നത് ആ വാക്കിന്റെ വിശ്വരൂപമാണ്. വിദേശത്ത് നിന്ന് വരുന്ന ഇറക്കുമതികൾക്ക് മോദി സർക്കാർ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വൻകിട പ്രതിരോധ കമ്പനികളോട് ഇന്ത്യയിൽ വന്ന ഫാക്ടറികൾ തുടങ്ങാൻ ആവശ്യപ്പെട്ടു. DRDO, HAL തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുതിയ ജീവൻ നൽകി. ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് സ്വന്തം യുദ്ധവിമാനമായ തേജസും തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തും ഇന്ത്യൻ സമുദ്രങ്ങളിൽ വിസ്മയം തീർക്കുന്നത്. ഒരു കാലത്ത് വിദേശികൾ മാത്രം വാണിരുന്ന ആയുധ സാങ്കേതിക വിദ്യയുടെ സിംഹാസനത്തിലേക്ക് ഇനി ഇന്ത്യ സ്വന്തം മുദ്ര പതിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്കും ആയിക്കൂടാ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ചിന്തിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യമുണ്ട്. പണ്ടൊക്കെ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുമ്പോൾ അവർ പറയുന്ന നിബന്ധനകൾ അനുസരിക്കണമായിരുന്നു. പലപ്പോഴും സാങ്കേതിക വിദ്യ കൈമാറാൻ അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് മോദി ഭരണകൂടത്തിന്റെ വിദേശ നയം വ്യക്തമാണ്. നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ കൂടി ഇന്ത്യക്ക് കൈമാറണം. അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം. ഈ കടുത്ത നിലപാടാണ് റഫേൽ വിമാനങ്ങളുടെ കാര്യത്തിലായാലും മറ്റ് അത്യാധുനിക മിസൈലുകളുടെ കാര്യത്തിലായാലും ഇന്ത്യയെ തുണച്ചത്. ആയുധ വിപണിയിലെ ഈ ഇന്ത്യൻ ഫോർമുല തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ആകർഷിച്ചത്. അമേരിക്ക പണം തന്ന് സഹായിക്കുന്നുണ്ടെങ്കിലും സാങ്കേതിക സ്വാതന്ത്ര്യം ഇസ്രായേലിന് പൂർണ്ണമായി ലഭിക്കുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഇന്ത്യ കാണിച്ചു തന്ന ഈ സ്വയം ഭരണ തന്ത്രത്തിലേക്ക് മാറാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ ഈ നയമാറ്റം ട്രംപിന് വലിയൊരു തലവേദനയാകുമെന്നതിൽ സംശയമില്ല. ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന നയം എന്താണ്? അമേരിക്ക ഫസ്റ്റ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ വിറ്റഴിക്കണം, അമേരിക്കൻ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കണം എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. അമേരിക്കയുടെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിലൊന്ന് അവരുടെ അത്യാധുനിക ആയുധ കച്ചവടമാണ്. ആ ആയുധ വിപണിയിലെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനും അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും തീരുമാനിച്ചാൽ അത് ട്രംപിന്റെ ബിസിനസ് തന്ത്രങ്ങൾ കേൾക്കുന്ന വലിയൊരു പ്രഹരമായിരിക്കും. അപ്പോൾ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന ഈ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.